തേക്കടിക്കാരൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഗവി ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഗവി ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ട ഓഫീസാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്. അപ്പം ഇതെൻ്റെ ഗസ്റ്റാണ്, രണ്ടുപേരും സ്വിറ്റ്സർലാൻഡുകാരാണ്. അവരെയും കൊണ്ടാണ് ഞാൻ നാളെ ഗവിക്ക് പോകുന്നത്. അപ്പോൾ ഇന്ന് ടിക്കറ്റ് എടുത്തിട്ട് നാളെ പോകാനാണ് പരിപാടി. ഇത് നമ്മുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ സുഹൃത്താണ്. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ ടിക്കറ്റ് അദ്ദേഹം എഴുതി തരും. നമുക്ക് ഇവിടെ നിന്ന് ടിക്കറ്റ് വാങ്ങിച്ചിട്ടാണ് അടുത്ത് നമ്മൾ ഗവിയിലോട്ട് പോകുന്നത്. ഇപ്പോൾ എത്രയാണ് ഒരു ആൾക്ക് വാങ്ങിക്കുന്നത്? നമുക്ക് ഡേ ട്രിപ്പ് ആണെങ്കിൽ ഒരാൾക്ക് 1770 രൂപ. ഓക്കെ, ഇന്ത്യൻസ് ആണെങ്കിൽ അവരുടെ എൻട്രി ഫീസ് വള്ളക്കടവ് ചെക്ക് പോസ്റ്റിൽ ഒരാൾക്ക് 45 രൂപ, ഫോർമർ ആണെങ്കിൽ 500 അടയ്ക്കും. 500 രൂപ. ഓക്കെ ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ ഫോൺ വിളിച്ച് കഴിഞ്ഞാലും ഇവിടെ തീർച്ചയായിട്ടും ബുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മുടെ സൈറ്റിൽ നമ്പർ 9947492399 എന്നുള്ളത് KBCയുടെ നമ്പറാണ്. ഓക്കെ, അത് വിളിച്ചാലും കിട്ടും. പിന്നെ ഡയറക്റ്റ് ഇവിടെ വന്ന് എടുക്കാം. ഓക്കെ ഓക്കെ. അപ്പം ഗവിക്ക് പോകുന്നവർക്ക് കുമളിയിൽ നിന്ന് ടിക്കറ്റ് എടുക്കാൻ പറ്റും. കുമളിയിലെ ഓഫീസാണ് ഞാൻ ഈ കാണിക്കുന്നത്. പിന്നെ അല്ലാതെ തന്നെ തേക്കടി നമ്മുടെ ഗവിക്ക് പോകുന്ന വഴിക്ക് ചെക്ക് പോസ്റ്റ് ഉണ്ട്, വള്ളക്കടവ് ചെക്ക് പോസ്റ്റ്. അവിടെ നിന്നും നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റും. അപ്പം ഇതാണ് നമ്മുടെ ഗവി ഓഫീസ്. ഇവിടെയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത്. ഇതാണ് ജംഗ്ഷൻ. കുമളിക്കും ഹോളിഡേ ഹോമിൻ്റെ അടുത്താണ് ഈ ഓഫീസ് ഇരിക്കുന്നത്. തേക്കടിക്കാരൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എവിടെയാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവിക്കാണ് പോകുന്നത്. അപ്പോൾ ഇന്നലെ നമ്മൾ നമ്മുടെ ഗസ്റ്റിനെ കൊണ്ടുപോയി നേരിട്ട് തന്നെ ഓഫീസിൽ ചെന്ന് ടിക്കറ്റ് എടുത്തു. ഇപ്പം നമ്മൾ രാവിലെ ഗസ്റ്റിനെ പിക്കപ്പ് ചെയ്യാനായിട്ട് ഹോട്ടലിലോട്ട് വന്നിരിക്കുകയാണ്. അപ്പം ഇവിടെയാണ് ഗസ്റ്റ് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിനി രാവിലെ ഗസ്റ്റിനെ പിക്കപ്പ് ചെയ്ത് നേരെ ഗവിയിലോട്ട് പോവുകയാണ്. പോകുന്ന വഴിക്ക് എങ്ങനെയാണ് ഈ ടിക്കറ്റൊക്കെ നമ്മൾ ചെക്ക് പോസ്റ്റിൽ സീൽ ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. പിന്നെ പോകുന്ന വഴിക്ക് അപ്പോൾ നമ്മൾ റിസോർട്ടിലോട്ട് പറഞ്ഞ കറക്റ്റ് ഷോർപ്പായിട്ട് 6 മണിയാണ് പറഞ്ഞത്. 5:55 നമ്മൾ റിസോർട്ടിലോട്ട് എത്തി. നമ്മുടെ കസ്റ്റമർ ഇവിടെ എന്നാണ് പിക്കപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും നമ്മുടെ ആൾ റെഡി ആയിട്ടിരിപ്പുണ്ട്. ഇവിടെ അച്ഛൻ റെഡി ആയിട്ട് ഇവിടെ തണുപ്പത്ത് കറക്റ്റ് റെഡി ആയിട്ടിരിപ്പുണ്ട്. ഓക്കെ, നമുക്ക് ഏതായാലും അവരെ പിക്ക് ചെയ്ത് നമുക്ക് പോവാം. നമ്മുടെ അമ്മച്ചി എത്തിയിരിക്കുന്നു. ഇനിയിപ്പോൾ നമ്മൾ നേരെ ഗവിയിലോട്ട് പോവാണ്. ഗവിയിലേക്കുള്ള വിശേഷങ്ങൾ പോകുന്ന വഴിക്ക് കാണിച്ചു തരാം. സേ ഹായ്, ഗുഡ് മോർണിംഗ്. യാ, ലെറ്റ്സ് ഗോ. യാ, കം. അപ്പോൾ രാവിലെ നമ്മൾ ഗവിക്ക് പോകുന്ന വഴിക്ക് നല്ല മഞ്ഞും നല്ല തണുപ്പും. അന്നേരം നമ്മുടെ അച്ചായനും അമ്മച്ചിക്ക് ഒരു കോഫി കുടിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അന്നേരം ഞാൻ ഗവിക്ക് പോകുന്ന വഴിക്ക് ആണ്, നല്ല മഞ്ഞാണ്. ഗവിക്ക് പോകുന്ന വഴിക്ക് നമ്മുടെ മച്ചാൻ്റെ ഒരു ചായക്കടയുണ്ട്. ഞാൻ മച്ചാൻ എന്നാണ് വിളിക്കുന്നത് സ്നേഹത്തോടെ. അപ്പം മച്ചാൻ്റെ ചായക്കടയാണ് ഇത്. അതായത് വണ്ടിപ്പെരിയാർ എന്ന് വള്ളക്കടവ് പോകുന്ന വഴിക്ക് കറുപ്പുപാലം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അതിനടുത്താണ് മച്ചാൻ്റെ ചായക്കട. ഗവിക്ക് വരുന്നവർ ബുക്ക് ചെയ്യുന്ന രണ്ടാമത്തെ ഓഫീസാണ് ഈ കാണുന്നത്. ഇത് നമ്മൾ ഗവിക്ക് പോകുന്ന വഴിക്ക് തന്നെയാണ് ഈ ഓഫീസ് ഇരിക്കുന്നത്. ഇതാണ് ആ ഓഫീസ്. ഈ ബോർഡ് കണ്ടോ, ഗവി എക്കോ ടൂറിസം ഓഫീസ്. ഇതാണ് ഓഫീസ്. ഇവിടെ വന്നിട്ട് ടിക്കറ്റ് എടുത്തിട്ട് ഒരു 1/2 കിലോമീറ്റർ ഫ്രണ്ടിൽ പോയി കഴിഞ്ഞാൽ ചെക്ക് പോസ്റ്റ് എത്തും. ചെക്ക് പോസ്റ്റിൽ ചെന്നിട്ട് എടുത്ത് ടിക്കറ്റ് സീൽ ചെയ്യുക, അങ്ങനെ വനത്തിൻ്റെ ഉള്ളിൽ കയറുക. അങ്ങനെ നമ്മൾ വള്ളക്കടവ് എത്തി. വള്ളക്കടവിന് നേരെ ഫ്രണ്ടിൽ പോയി കഴിഞ്ഞാൽ ഇതാണ് ഗവിയുടെ ചെക്ക് പോസ്റ്റ്. ഈ ചെക്ക് പോസ്റ്റിൽ നിന്നാണ് നമ്മൾ ടിക്കറ്റ് സീൽ ചെയ്ത് നേരെ വനത്തിൻ്റെ ഉള്ളിൽ പോകേണ്ടത്. ഇവിടെ വണ്ടി നമ്മൾ നിർത്തി ടിക്കറ്റ് കൊണ്ടുപോയിട്ട് സീൽ ചെയ്യണം. ഇതാണ് ഓഫീസ്. ഇതാണ് ചെക്ക് പോസ്റ്റ്. ഇവിടെ നമ്മൾ ടിക്കറ്റ് സാറിൻ്റെ അടുത്ത് കൊടുത്ത് സീൽ ചെയ്യണം. എന്നിട്ടാണ് നമ്മൾ അകത്തോട്ട് കടന്നു പോകുന്നത്. നമ്മളെടുത്ത പാക്കേജ് ടിക്കറ്റ് ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കണം. വിദേശികളാണെങ്കിൽ നമ്മൾ പാസ്പോർട്ടിന് കോപ്പിയും കൊടുക്കണം.
അപ്പോൾ ഇവിടെ കൊടുക്കുമ്പം ഇവിടെ നിന്ന് ചെക്ക് പോസ്റ്റിൽ സാർ അതൊക്കെ ഒന്ന് വെരിഫൈ ചെയ്തിട്ട് നമുക്ക് അകത്തേക്ക് പോകാനുള്ള വേറൊരു ഈ എൻട്രി തന്നെ സീൽ ചെയ്ത് തരും. എന്നിട്ട് വേണം നമ്മൾ അകത്തോട്ട് പോകാൻ. അപ്പോൾ നമ്മൾ പാക്കേജ് ടിക്കറ്റ്, പിന്നെ നമ്മുടെ പ്രോഗ്രാമിൻ്റെ ടിക്കറ്റ്, പിന്നെ ഇതുപോലെ ചെറിയ ടിക്കറ്റ് തരും. അപ്പോൾ ഈ ചെറിയ ടിക്കറ്റ് വാങ്ങിച്ച് ഇതിൻ്റെ കൂടെ പിൻ ചെയ്താണ് നമ്മളിനി വനത്തിൻ്റെ ഉള്ളിൽ പോകുന്നത്. അപ്പോൾ ഇതാണ് പെരിയാർ ടൈഗർ റിസർവിൻ്റെ ചെക്ക് പോസ്റ്റ്. ഇപ്പം നമ്മൾ അച്ഛനും അമ്മച്ചിയും കയറ്റി let's go to see the tiger. Yeah. Or the elephant or the peacock. Yeah, okay. അപ്പോൾ അങ്ങനെ ചെക്ക് പോസ്റ്റിൽ നിന്ന് നമ്മളകത്തോട്ട് കയറുക. ഇനി പോകുന്ന വഴിക്ക് കുറച്ച് ദൂരം പോയിട്ട് നമ്മൾ ഈ വണ്ടിയുടെ റൂഫൊക്കെ ഓപ്പൺ ചെയ്യും. എന്നിട്ടാണ് നമ്മൾ വനത്തിൻ്റെ ഉള്ളിൽ കയറുന്നത്. അപ്പോൾ ഞങ്ങൾ വനത്തിലെ കാഴ്ചകളെല്ലാം ഇങ്ങനെ കണ്ടു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മനോഹരമായൊരു വ്യൂ കാണിക്കാം. കണ്ടോ, ഒരു സൈഡ് ഫുള്ള് പച്ചപ്പ്, ഒരു സൈഡ് ഫുള്ള് ഇങ്ങനെ കത്തിക്കരിഞ്ഞിരിക്കുന്നുണ്ടോ. അത് ഫോറസ്റ്റുകാരിങ്ങനെ ഫോറസ്റ്റ് ഓരോ ഏരിയ ആയിട്ട് കൺട്രോൾ ചെയ്ത് കത്തിക്കുന്നതാണ്. ഇങ്ങനെ കൺട്രോൾ ചെയ്ത് കത്തിക്കുമ്പോൾ വൈൽഡ് അനിമൽസിന് ഇങ്ങനെ തീപിടുത്തം കാരണം കൊണ്ട് അതിന് ഇഞ്ചറി ഒന്നും ഉണ്ടാവുകയില്ല. നമ്മുടെ അച്ചായനും അമ്മച്ചി എല്ലാം കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്നുണ്ട്. അമ്മച്ചിയൊക്കെയാണ് എക്സൈറ്റഡ് ആണ്. ടുഡേ സീ ദ ടൈഗർ. The tiger. Yeah. You would like to see birds and nature. ഞാനും അമ്മച്ചി അച്ചായനും എല്ലാം എക്സൈറ്റഡ് ആണ്. The squirrel in the tree top. Look at the squirrel. See. Oh yes. Squirrel. ഇങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് സ്ക്വിറലൊക്കെ കണ്ടു. ഞങ്ങളെ കണ്ടപ്പോൾ പതുക്കെ മേളിലോട്ട് കയറുന്നുണ്ട്. ഒറ്റയ്ക്കുള്ളെന്ന് തോന്നുന്നു. കാരണം സ്ക്വിറൽ 2 എണ്ണം ഒരുമിച്ചാണ് യാത്ര ചെയ്യുന്നത്, മെയിൽ ആൻഡ് ഫീമെയിൽ. രാവിലെ ഏതായാലും അച്ചായനും അമ്മച്ചിക്ക് ഒരു സ്ക്വിറലിനെ കാണിച്ചു കൊടുക്കാൻ പറ്റി. പ്രത്യേകിൽ 2 ഹോൺബിൽ ഉണ്ടെന്നാണ്. കിട്ടി. ഇതാണ് 2 എണ്ണം എൻ്റെ അടിയിരിപ്പുണ്ട്. Oh no. It's not clear. Nein, der Schnabel ist nicht voll. Jetzt ein Hornbill. യാ പണ്ടത്തെ കാലത്ത് ശബരിമലയ്ക്ക് നടന്നു പോയിക്കൊണ്ടിരുന്ന സ്ഥലം. കോഴിക്കാനം എന്ന് പറയും ഈ സ്ഥലത്തിൻ്റെ പേര്. അങ്ങനെ വന്ന വഴിക്ക് ഒരു കാട്ടുപോത്തിനെ കണ്ടു. അങ്ങ് മേളിലാണ്, മരത്തിൻ്റെ പുറകിലാണ്, മരക്കൂട്ടത്തിൻ്റെ പുറകിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇവിടെ കാട്ടുപോത്തിനെ ഒരെണ്ണം കിട്ടി. അതിന് മേളിൽ നിൽപ്പുണ്ട്. അതിൻ്റെ കൂടെ ഒത്തിരി ഉണ്ട്, പക്ഷേ ഒരെണ്ണം മാത്രമേ മേളിൽ കയറിയിട്ടുള്ളൂ. താഴെ മറ്റുള്ളതെല്ലാം മരത്തിൻ്റെ അടിയിലാണ് നിൽക്കുന്നത്. നമ്മൾ ആനയെ തേടി പോയിട്ട് അവസാനം ആനപ്പിണ്ടം കണ്ടു. ആനപ്പിണ്ടം കണ്ടു കഴിഞ്ഞിട്ട് നമുക്കിതാ ഒരു കാട്ടുപോത്തിനെ കിട്ടിയിട്ടുണ്ട്. അവനിതാ മേളിൽ പുല്ലും തിന്ന് അങ്ങനെ ബാഹുബലിയിലെ എങ്ങനെ ബാഹുബലി സിനിമയിലെ ഷേപ്പ് എങ്ങനെയുണ്ട് അതേ ഷേപ്പാണ് ആ സിനിമ. ഇത് വനത്തിൻ്റെ അകത്തുള്ള ഒരു ചെറിയൊരു ക്ഷേത്രമാണ്. വനത്തിൻ്റെ അകത്തൂടെ പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ചാടി ഇറങ്ങി ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ അങ്ങനെ നിൽക്കരുത്. നമ്മൾ ആദ്യം എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ആദ്യം വണ്ടി ഇരുന്നുകൊണ്ട് തന്നെ നമ്മൾ ആ സൈഡെല്ലാം ഒന്ന് നോക്കണം. നോക്കിയിട്ട് വേണം. വണ്ടിയിൽ നിന്ന് ഒരിക്കലും ഇറങ്ങാനുള്ള പെർമിഷൻ ഇല്ല. നമ്മൾ വണ്ടി ഇരുന്നുകൊണ്ട് തന്നെ ഫോട്ടോസും വീഡിയോസും പരമാവധി എടുക്കാൻ ശ്രമിക്കണം. വെളിയിൽ ഒരിക്കലും ഇറങ്ങരുത്. ഇറങ്ങിക്കഴിഞ്ഞാൽ കാരണം വനമാണ്, ഏത് സൈഡിൽ കൂടെയാണ് അനിമൽസിൻ്റെ അറ്റാക്കിങ് ഉണ്ടാകുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം വനത്തിൻ്റെ അകത്തൂടെ യാത്ര ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളാദ്യം വനത്തിൻ്റെ അകത്ത് പോകുമ്പോൾ നമുക്ക് കുറച്ച് ഫോറസ്റ്റുകാരുടെ ഒരു ഇൻഫർമേഷൻ ഉണ്ട് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെ. അത് നമ്മൾ ശ്രദ്ധിച്ച് കേട്ട് അത് അവരുടെ ആ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻ ഫോളോ ചെയ്ത് വേണം നമ്മൾ യാത്ര ചെയ്യാൻ. പോകുന്ന വഴിക്ക് ഞങ്ങൾ കുറച്ച് ട്രൈബൽസിനെ കണ്ടു. അവരിങ്ങനെ നടന്നു പോകുന്നുണ്ട്. ലുക്ക് അറ്റ് ദ പീപ്പിൾ, ട്രൈബൽസ്. ദിസ് പീപ്പിൾ ഇസ് എ ട്രൈബൽസ്.
he's going to for inside the jungle collect some honey like that. Yeah, the tribals is not show the face. Yeah. അവർ നമുക്ക് ഇങ്ങനെ മുഖമൊന്നും കാണിക്കത്തില്ല. അവർ നമ്മുടെ അടുത്ത് വരുമ്പോൾ അവർ മുഖം അങ്ങ് മാറ്റിക്കളയും. അവരെ നമുക്കൊരു കരിങ്കുരങ്ങനെയും കിട്ടി. അവനവിടെ മരത്തിൻ്റെ മണ്ടയിൽ തണുപ്പടിച്ചിട്ട് ആശാൻ വെയിൽ കൊള്ളാനായിട്ട് കയറിയിരിക്കുക. അപ്പം കുറേ നേരമായിട്ട് ഇങ്ങനെ ഞങ്ങൾ നോക്കുന്നുണ്ട്. ഏതായാലും പോയ വഴിക്ക് അവനെയും കൂടെ കിട്ടി. അതും കൂടെ കണ്ട് നമ്മൾ ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ടിരിക്കുക, നമ്മുടെ അച്ചായനും അമ്മച്ചിയും. ഞാനും ഇവിടെ സ്വിറ്റ്സർലാൻഡ് അച്ചായനും അമ്മാച്ചിയും. ഏതായാലും തണുപ്പ് അടിച്ച് മരയിച്ചിരിക്കുക രണ്ടുപേരും. Yeah, tribal people staying inside the reserve. Yeah, no house, nothing. He's staying in like a tree top and like a big rock downside. Yeah, staying like this. Yeah. From gathering. Yeah, some people. Yeah. യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് എന്തെങ്കിലും കാണുവാണെങ്കിൽ ഞാൻ അത് അപ്ലോഡ് ചെയ്യാം, വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ ഞങ്ങൾ കുറേ ദൂരം യാത്ര ചെയ്ത് ഇങ്ങനെ വന്ന് ഗവിയുടെ തൊട്ടടുത്തുള്ള ഒരു വ്യൂ പോയിന്റിലാണ് ഞങ്ങൾ വന്ന് നിൽക്കുന്നത്. അപ്പം ഈ വ്യൂ പോയിന്റിൽ അങ്ങ് ദൂരെ ഒരു ചെറുതായിട്ട് കാണാം. അങ്ങ് ദൂരെ ഒരു കാട്ടുപോത്ത് നിൽപ്പുണ്ട്. നമ്മുടെ കസ്റ്റമർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് കറക്റ്റ് ഒരു 1 കിലോമീറ്റർ കൂടെ പോയി കഴിഞ്ഞാൽ ഗവിയിലെത്തും. ഗവിയിലെത്തിക്കഴിഞ്ഞാൽ നമ്മളെടുത്ത പാക്കേജ് ടിക്കറ്റ് അവിടെ ഗവിയുടെ ഓഫീസുണ്ട്, ഓഫീസിൽ കൊടുക്കണം. അവർ അതെല്ലാം ബുക്കിൽ രജിസ്റ്റർ ചെയ്തിട്ട് നമുക്കൊരു ഗൈഡിനെ അവരവിടെ പ്രൊവൈഡ് ചെയ്യും. ആ ഗൈഡാണ് പിന്നീട് നമുക്ക് ട്രക്കിങ്, ആദ്യം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് തരും. അത് കഴിഞ്ഞാൽ പിന്നെ ട്രക്കിംഗ് പ്രൊവൈഡ് ചെയ്യും. ട്രക്കിംഗ് കഴിഞ്ഞിട്ട് വന്നിട്ട് ലഞ്ച് കഴിഞ്ഞിട്ട് ബോട്ടിങ് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് നമ്മൾ എങ്ങനെ വന്നു അതുപോലെ തന്നെ ഇവരെ എടുത്തുകൊണ്ട് തിരിച്ച് നമ്മൾ ഹോട്ടലിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്യും. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഗവി ട്രിപ്പിൻ്റെ മെയിനായിട്ടുള്ള പ്രോഗ്രാംസ്. നമ്മുടെ ഗവിയുടെ വ്യൂ പോയിന്റിൽ ഞങ്ങളിങ്ങനെ കുറേ നേരം ഇന്ന് കാഴ്ചകൾ കണ്ടുകൊണ്ടിരുന്നപ്പോൾ കാട്ടുപോത്തിനെ കിട്ടി. അപ്പുറത്തെ മലയിൽ ഉണ്ടോ, അങ്ങനെ കാട്ടുപോത്ത് കയറി വന്ന് പുല്ലൊക്കെ തിന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അച്ചായനും നമ്മുടെ സ്വിറ്റ്സർലാൻഡിലെ അച്ചായനും അമ്മച്ചിയും ഇങ്ങനെ ബൈനോക്കുലർ വെച്ച് കണ്ടുകൊണ്ടിരിക്കുക. സ്വിറ്റ്സർലാൻഡിലെ അച്ചായൻ, നമ്മുടെ സ്വിറ്റ്സർലാൻഡിലെ അമ്മച്ചി. അയ്യാ ബുൾബുൾ, യാ ബുൾബുൾ, നോർമൽ ബുൾബുൾ. അങ്ങനെ നമ്മുടെ യാത്ര ഇങ്ങനെ ഗവിയിലെത്തി. ഇതാണ് ഗവി ഡാം. ഗവി ഡാമിൻ്റെ മേളിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. ലെഫ്റ്റ് സൈഡ് കാണുന്ന ലേക്കിലാണ് നമുക്ക് ബോട്ടിംഗ് ഒക്കെ കിട്ടുന്നത്. ഇവിടെ ഓഫീസുണ്ട്. ഓഫീസിൽ നമ്മുടെ ടിക്കറ്റ് ഇവിടെ കൊടുക്കണം. എന്നിട്ട് അവിടുന്ന് രജിസ്റ്റർ ചെയ്തിട്ട് നമുക്ക് അടുത്ത് ബ്രേക്ക്ഫാസ്റ്റ്, ട്രക്കിങ്ങും ബോട്ടിങ്ങും ലഞ്ച്, ഇങ്ങനെയാണ് ഇന്നത്തെ നമ്മുടെ ആക്ടിവിറ്റീസ്. അപ്പം നമ്മളിങ്ങനെ ഗവിയിലെത്തി. ഹലോ, ഗുഡ് മോർണിംഗ്. Good morning. അങ്ങനെ നമ്മളെടുത്ത ടിക്കറ്റ് ഇവിടെ കൊടുത്തു കഴിഞ്ഞിട്ട് അവർ ഫോം തരും. ആ ഫോമിൽ അവരുടെ പേരും അഡ്രസ്സും എല്ലാം അതിൽ എഴുതി സിഗ്നേച്ചർ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഒന്ന് ചെറിയ പേപ്പർ കിട്ടും. അതിൻ്റെ അകത്താണ് ഈ പ്രോഗ്രാമിൻ്റെ ഐഡിയൊക്കെ, എന്തൊക്കെ പ്രോഗ്രാമാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന്. എന്നിട്ട് അതനുസരിച്ചാണ് ഓരോ ആക്ടിവിറ്റീസ് ഇവിടെ ചെയ്യുന്നത്. Hello. Good morning, sir. Welcome to Gavi Color. Thanks. This coupon. After breakfast, you can show this one for introducing your guide. Okay. Thank you. Thank you. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഡീറ്റെയിലും മറ്റുള്ള ആക്ടിവിറ്റീസിൻ്റെ കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി നേരെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇവർക്ക് നേരെ ട്രക്കിംഗ് ആണ്. അപ്പോൾ ട്രക്കിംഗ് ഏതായാലും ഞാൻ പോകുന്നില്ല, കാരണം ഞാൻ കുറേ നേരം ഇവരുടെ കൂടെ ക്യാമറയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്, അവരുടെ പ്രൈവസി നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ട്രക്കിങ്ങിന് ഞാൻ അവരെ ഒറ്റയ്ക്ക് വിടുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ബോട്ടിംഗ് ഉണ്ട്. ബോട്ടിംഗ് പറ്റുമെങ്കിൽ ഞാനും കൂടെ പോയിട്ട് ആ വീഡിയോ കവർ ചെയ്യാം.
അപ്പം നമ്മൾ പാസ് എടുത്ത് ഇവിടുത്തെ ടോക്കൺ തരും. ടോക്കൺ വാങ്ങിച്ച് കഴിഞ്ഞിട്ട് നേരെ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ റെസ്റ്റോറൻ്റ് ഉണ്ട് ഗവിയുടെ. അപ്പം ഇവിടെ വന്നിട്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്നത്. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ബഫേ ആണ്. ബഫേ ടൈപ്പാണ്. നമുക്ക് ഇഷ്ടമുള്ളടുത്ത് കഴിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ബ്രേക്ക്ഫാസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇഡ്ഡലി ഉണ്ട്, ഉപ്പുമാവുണ്ട്, സാമ്പാർ, ചട്നി, 2 വെറൈറ്റി ചട്നി ഉണ്ട്, പിന്നെ ബോയിൽഡ് എഗ്, ചീസ്, ഹണി, ബ്രെഡ്, ബനാന, അങ്ങനെയുള്ള അതാണ് ബ്രേക്ക്ഫാസ്റ്റ് ബഫേ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം. ഹൗസ് ഇറ്റ് ബ്രേക്ക്ഫാസ്റ്റ്? It is so good. Yeah. You're not walking with us? Actually, I do for a lot of trekking. Okay. And you will just walk to the truck, then come back. Then I will join for the boating. Okay, that's good. So you don't like that, or you do too much? Yeah, because I'm so tired in the morning. That way, yeah. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് അടുത്ത് നമ്മൾ ട്രക്കിംഗ് പോവുകയാണ്. ട്രക്കിംഗ് കഴിഞ്ഞിട്ടാണ് പിന്നെ ബോട്ടിങ്. ഏതായാലും ഞാൻ ട്രക്കിംഗ് പോകുന്നില്ല. ഞാൻ പോകാത്തതിൻ്റെ കാരണം അവർക്ക് കുറച്ച് പ്രൈവസി കൊടുക്കാനായിട്ട്. കാരണം രാവിലെ മുതൽ നമ്മൾ ഈ ക്യാമറ എടുത്തുകൊണ്ട് അവരുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമല്ലോ, അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും വെളി പറയത്തില്ല. ഏതായാലും അവർ ട്രക്കിങ് പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ഇരിക്കുക. പോയിട്ട് വന്നു കഴിഞ്ഞിട്ട് ബോട്ടിങ് അവരുടെ കൂടെ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ട്. അതാകുമ്പോൾ നടക്കണ്ടല്ലോ. ഓക്കെ. All the programs. We have 2 programs, boating and trekking. Yes. Trekking is also short and long. As your preference, you can just Okay, long is okay. long is okay. Then after all the program, you just have to fill this feedback form. Okay, We will keep it. Thank you. thank you very much. Good morning. 1 hour, 2 hour, 3 hour. Tomorrow you are booking for the full day trekking. Yeah, that's right. Today you will take to the long trekking. Then after that, tomorrow also you are to do the trekking. Yeah. Maybe the middle 2 hours. Yeah.